2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. 1990-ലെ അന്നത്തെ തമിഴിലെ ടോപ്പ് ഹീറോസിൻ്റെ റെമ്യൂണറേഷനെ കുറിച്ചായിരുന്നു അത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദി സിനിമകളുടെ 94-ലെ ഹിന്ദി സിനിമകളുടെ അന്നത്തെ ടോപ്പ് താരങ്ങളുടെയും അവരുടെയൊക്കെ റെമ്യൂണറേഷനെ കുറിച്ചാണ്. നമുക്കൊന്ന് നോക്കാം. 94-ലെ ഒരു ഫിലിം മാഗസീൻ, എനിക്ക് ഫിലിം ഫെയർ ആണോ സ്റ്റാർഡസ്റ്റ് ആണോ എന്നറിയില്ല, അതിലൊരു റൈറ്റപ്പിൻ്റെ ഒരു കട്ടിങ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് അന്നത്തെ ടോപ്പ് സ്റ്റാർസിൻ്റെ അവരുടെ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് അവർ വാങ്ങുന്ന റെമ്യൂണറേഷനെ കുറിച്ചാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ എ ലീഗ് ടോപ്പ്, അതായത് ആദ്യത്തെ ലിസ്റ്റിൽ വരുന്നത് ഓഫ് കോഴ്സ് അമിതാഭ് ബച്ചൻ തന്നെയാണ്. 85 ലക്ഷം രൂപയാണ് അമിതാഭ് ബച്ചൻ അന്ന് വാങ്ങുന്നത്. അതായത് അന്നത്തെ സീനിയർ ആക്ടേഴ്സിൽ അമിതാഭ് ബച്ചനാണ് നമ്പർ 1. അത് കഴിഞ്ഞ് പിന്നെ എഴുതിയിരിക്കുന്നത് ഇതിൽ അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ ഹോട്ട് സെല്ലർ എന്നും പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ വാങ്ങുന്നത് തന്നെയാണത്. അത് സഞ്ജയ് ദത്താണ്. 40 മുതൽ 45 ലക്ഷം വരെ. എനിക്ക് തോന്നുന്നു 94 ആയപ്പോൾ, ആ 93-ലാണ് കൽനായക് റിലീസ് ചെയ്യുന്നത്. ആ സമയത്താണ് സഞ്ജയ് ദത്ത് ജയിലിൽ പോകുന്നതൊക്കെ. അപ്പോൾ അന്നും സഞ്ജയ് ദത്ത് ടോപ്പ് ഹീറോ തന്നെയാണ്. അപ്പോൾ അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ ഇതിൽ ലിസ്റ്റിലുള്ളത് സഞ്ജയ് ദത്താണ്. 40-40 ലക്ഷം. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ രജനീകാന്ത് കഴിഞ്ഞാൽ കമൽഹാസനും രജനീകാന്തും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. 60 ലാക്സ് എന്ന് രജനീകാന്ത്, കമൽഹാസന് 20 ലക്ഷമായിരുന്നു. അതേപോലെ തന്നെയാണ് അമിതാഭ് ബച്ചനും സഞ്ജയ് ദത്തും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ അടുത്ത കുറച്ച് ഹീറോസിൻ്റെ ലിസ്റ്റുകൾ, ദ എ ലിസ്റ്റ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഋഷി കപൂർ 25 ലക്ഷം, അനിൽ കപൂർ 30 മുതൽ 35, ജാക്കി ഷറഫ് 35 ലക്ഷം, സണ്ണി ഡിയോൾ 30 ലക്ഷം, പിന്നെ ആമീർ ഖാൻ 20 ലക്ഷം, സൽമാൻ ഖാൻ 40 ലക്ഷം, അജയ് ദേവഗൻ 20, ഷാറൂഖ് ഖാൻ 20. അതായത് ഇവരൊരു 8 പേരുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ടോപ്പ് 40 ലക്ഷം മേടിക്കുന്നത് സൽമാൻ ഖാനാണ്. അതായത് സഞ്ജയ് ദത്ത് കഴിഞ്ഞാൽ സൽമാൻ ഖാനാണ്. എനിക്ക് തോന്നുന്നു സാജൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെയാണല്ലോ, സഞ്ജയ് ദത്തും സൽമാൻ ഖാനും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഭയങ്കര ഹിറ്റായിരുന്നു. മാധുരി ദീക്ഷിത് ആയിരുന്നു അതിലെ ഹീറോ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവർ തന്നെയാണ് അന്ന് ടോപ്പ്. അപ്പോൾ അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ സഞ്ജയ് ദത്ത്, പിന്നെ സൽമാൻ ഖാൻ. അത് കഴിഞ്ഞാൽ പിന്നെ 35 ലക്ഷം വാങ്ങുന്ന അനിൽ കപൂറും ജാക്കി ഷറഫും. അവർ ശരിക്കും ഇവരെക്കാട്ടൊക്കെ, ഈ ഖാൻമാരെക്കാട്ടൊക്കെ സീനിയറാണ്. 80s താരങ്ങളാണ് അനിൽ കപൂർ, ജാക്കി ഷറഫൊക്കെ. ഋഷി കപൂറും സണ്ണി ഡിയോള് 30 ലക്ഷം. സണ്ണി ഡിയോളും ഈ പറഞ്ഞ പോലെ 80s താരമാണ്. പിന്നെ ഋഷി കപൂറാണ്. ഋഷി കപൂർ ശരിക്കും 70s വന്നതാണ്. ഇവരെക്കാട്ടൊക്കെ സീനിയറാണ്, പക്ഷെ അപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഋഷി കപൂർ നായകനായ സിനിമയിലാണ് ഷാറൂഖ് ഖാൻ സെക്കൻഡ് ഹീറോ ആയിട്ട് വരുന്നത്. ഋഷി കപൂർ 25 ലക്ഷം. അത് കഴിഞ്ഞാൽ പിന്നെ ആമീർ ഖാൻ, അജയ് ദേവഗൻ, ഷാറൂഖ് ഖാൻ, ഇവരൊക്കെ 20 ലക്ഷം വെച്ചാണ് മേടിക്കണം. അതായത് ഇന്നത്തെ ഷാറൂഖ് ഖാൻ അന്നിങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു എട്ടാമനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സീനിയേഴ്സിനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് 70s, അതായത് അമിതാഭ് ബച്ചൻ്റെ ഒക്കെ ആ കാലഘട്ടത്തിൽ വന്ന ആളുകൾ. അതിൽ ദിലീപ് കുമാർ 25 ലക്ഷം, ദേവാനന്ദ് 20 ലക്ഷം, രാജ്കുമാർ 25, ധർമ്മേന്ദ്ര 25, ജിതേന്ദ്ര 20, വിനോദ് ഖന്ന 20, ശത്രുഘ്ൻ സിൻഹ 15. അതായത് ഇവരെക്കാളൊക്കെ താഴെയായിരുന്നു അമിതാഭ് ബച്ചൻ. ഇപ്പോൾ ഷോലെ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ശത്രുഘ്ൻ സിൻഹ റിജക്ട് ചെയ്ത റോളിലേക്കാണ് അമിതാഭ് ബച്ചൻ വരുന്നത്. അന്ന് ധർമ്മേന്ദ്ര അമിതാഭ് ബച്ചനെക്കാട്ടും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിയിരുന്ന ആളായിരുന്നു ധർമ്മേന്ദ്ര. പക്ഷേ ഇന്നിപ്പോൾ അമിതാഭ് ബച്ചൻ 85 മേടിക്കുമ്പോൾ ധർമ്മേന്ദ്ര 25 മേടിക്കുന്നത് 94. പിന്നെ ഇതിലുള്ളത് പിന്നെന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് സ്റ്റാർസ് ആയിരുന്നവരും ഇത്തിരി ഡൗൺ ആയിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതിലാണ് എഴുതിയിരിക്കുന്നത്. അതിലൊന്ന് മിഥുൻ ചക്രവർത്തിയാണ് 20 ലക്ഷം, നസറുദ്ദീൻ ഷാ 8 ലക്ഷം. പിന്നെ ഗോവിന്ദ ഏകദേശം അന്നൊരു യൂത്ത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ഷാറൂഖ് ഖാനെയൊക്കെ പോലെ തന്നെ നിൽക്കുന്ന, ഷാറൂഖ് ഖാനെയൊക്കെ കുറച്ച് സീനിയറാണ്. 20 ലക്ഷമാണ് ഗോവിന്ദ. എനിക്കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് 95 കഴിഞ്ഞ് 96 ഈ കൂലി നമ്പർ 1 പോലത്തെ സിനിമകൾ, ബഡേ മിയൻ ചോട്ടെ മിയനൊക്കെ പോലത്തെ സിനിമകളൊക്കെ എത്തി. ഇപ്പോൾ ഗോവിന്ദ അന്ന് ടോപ്പ് ലെവലിൽ തന്നെ വന്നു. പിന്നെ ഇതിൽ വരുന്നത് അടുത്തതാണ് കുറച്ച് പേര്. പിന്നെ എല്ലാം ഒരു 10 ലക്ഷത്തിനൊക്കെ താഴെ റെമ്യൂണറേഷൻ മേടിക്കുന്നുണ്ട്. അക്ഷയ് കുമാർ 7 ലക്ഷം, രാഹുൽ റോയ് 5 ലക്ഷം. രാഹുൽ റോയ് നമുക്കറിയാം ആഷിക്കിയിലൊക്കെ ഹീറോയാണ്. സുനിൽ ഷെട്ടി 5, പിന്നെ സെയ്ഫ് അലി ഖാൻ 2 മുതൽ 3 ലക്ഷം, പിന്നെ ആദിത്യ 6 ലക്ഷം. ആദിത്യ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ആദിത്യ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളത്. എന്തായാലും അതൊന്ന് നോക്കണം. പിന്നെ വില്ലന്മാരാണ്. അതിൽ അമരീഷ് പുരി 15 ലക്ഷം, അനുപം ഖേർ 10 മുതൽ 12, ഖാദർ ഖാൻ 5 മുതൽ 7, ഡാനി 7. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാറൂഖ് ഖാനാണ് ടോപ്പിലോട്ട് കയറുന്നത്. അതായത് ഈ ലിസ്റ്റിലുള്ള അന്നത്തെ യുവതാരങ്ങൾ ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് ആമീർ ഖാനും സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും ഇന്നുണ്ട്. ഷാറൂഖ് ഖാൻ ടോപ്പിലാണ്,
ആമീർ ഖാനും സൽമാൻ ഖാനും കട്ടയ്ക്ക് തന്നെയുണ്ട്, അജയ് ദേവഗനും ഉണ്ട് ഇന്ന്. പിന്നെ ഒരുപാട് പുതിയ ആളുകൾ വന്നു. പിന്നെ അമിതാഭ് ബച്ചൻ ഇന്നും നിൽക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ബിഗ് ബി തന്നെയാണ്. അപ്പോൾ ഇത് 94-ലാണ് ആ സമയത്തൊക്കെ. പക്ഷെ നമുക്കറിയാം ഇവര് ആമീർ ഖാനും സൽമാൻ ഖാനും അജയ് ദേവഗനൊക്കെ ശരിക്കും നെപ്പോ കിഡ്സ് തന്നെയാണ്. ഇവരൊക്കെ സിനിമാ കുടുംബത്തിൽ തന്നെ ജനിച്ചവരാണ്. പക്ഷെ ഇവരുടെ ഇടയിലേക്ക് വന്ന ഒരാളാണ് ഷാറൂഖ് ഖാൻ ഒരു ഔട്ട്സൈഡറായിട്ട് വന്ന് സീരിയലിലൂടെയൊക്കെ വന്ന് ചെറിയ ചെറിയ പരസ്യങ്ങളുമൊക്കെ ചെയ്ത് അവസാന തുടക്കാലത്തൊക്കെ വന്ന് എനിക്ക് പറഞ്ഞ 91-ലാണ് ഋഷി കപൂറിൻ്റെ കൂടെയുള്ള സിനിമയൊക്കെ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 93 എത്തിയപ്പോൾ ബാസിഗറും ഡറും, 95 എത്തി കഴിഞ്ഞപ്പോൾ ദിൽവാന ദുൽഹനിയ ലേ ജായേംഗെയൊക്കെ എത്തിയപ്പോൾ പിന്നെ 97 ആയപ്പോൾ മുൻനിരയിലേക്ക് തന്നെ വന്നു. അന്ന് കിങ് ഖാൻ ആയി തുടങ്ങി ആ സമയം എത്തിയപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഷാറൂഖ് ഖാൻ്റെ കഥകളും ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥകളൊക്കെ പിന്നെ പറയാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് റെമ്യൂണറേഷനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. അന്ന് 94 ഇവരുടെയൊക്കെ താരമൂല്യം എന്താണ് എന്നുള്ളത്. പക്ഷേ അമിതാഭ് ബച്ചൻ്റെ നിങ്ങളൊന്ന് ഓർക്കണം, അന്നും 85 ലക്ഷമാണെന്ന് അമിതാഭ് ബച്ചൻ മേടിക്കണേ. 1 കോടി അമിതാഭ് ബച്ചൻ എത്തിയിട്ടില്ല. 1 കോടി ശരിക്ക് ചിരഞ്ജീവിയാണ് അന്ന് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് മേടിച്ചത് അന്ന്. അതോ അമിതാഭ് ബച്ചൻ 1 കോടി എത്തിയപ്പോൾ ചിരഞ്ജീവി 1,05,00,000. ബിഗ്ഗർ ദാൻ ബച്ചൻ ആയിരുന്നു ചിരഞ്ജീവി 94. അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം.